തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ചിത്രം പുറത്തു വരുമ്പോൾ നേട്ടം യുഡിഎഫിന് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം 3 പഞ്ചായത്തുകളിൽ എൽഡിഎഫിന് ഭരണം നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്ത്, തൃശൂർ നാട്ടിക, പാലക്കാട് തച്ചമ്പാറ എന്നിവിടങ്ങളിൽ ഭരണം നഷ്ടപ്പെടുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. പഞ്ചായത്തിൽ തൃശൂർ നാട്ടികയിൽ 9ാം വാർഡാണ് എൽഡിഎഫിൽ നിന്ന് യുഡിഎഫ് പിടിച്ചെടുത്തപ്പോൾ പത്തനംതിട്ട എഴുമറ്റൂരിലെ ഇരുമ്പുകുഴി വാർഡ് യുഡിഎഫിൽ നിന്ന് ബിജെപി പിടിച്ചെടുത്തു. ശശിനാരായണനും സാഗർ തൊടുപുഴയും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഒപ്പം ബി അരുണും CV അനുമോദമുണ്ട്. ആദ്യം അരുണിലേക്ക്. അരുണ്, ഇത് നമ്മൾ ഈ പ്രാഥമികമായ ആദ്യഘട്ടത്തിലെ ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ തന്നെ 3 പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം. എങ്ങനെ വിലയിരുത്താം സംസ്ഥാനമൊട്ടാകെയുള്ള ഫലത്തെ? പഞ്ചായത്തുകളിലെ ഭരണമാറ്റം മാത്രമല്ല, ആകെ സീറ്റുകളുടെ കാര്യത്തിലും യുഡിഎഫിന് മേൽക്കൈ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം നിലവിൽ 15 എൽഡിഎഫും 13 യുഡിഎഫും ആയിരുന്നു. ഇപ്പോൾ 9 എൽഡിഎഫ് വിജയിച്ച എൽഡിഎഫ് 2 ലീഡ്. അങ്ങനെ 11 സീറ്റിൽ എൽഡിഎഫിന് ലീഡും അതുപോലെ വിജയിച്ചതുമായി 11 സീറ്റ്. യുഡിഎഫ് ആകട്ടെ 7 വിജയിച്ചു, 7 ലീഡ് ചെയ്യുന്നു. അങ്ങനെ 14 സീറ്റ് നിലവിൽ 13 അതിൽ 1 സീറ്റ് അവർക്കിപ്പോൾ അതിന്റെ മേൽക്കൈ യുഡിഎഫിനുണ്ട്. എൽഡിഎഫിനായിട്ട് 4 സീറ്റിന്റെ കുറവാണ് ഈ ഘട്ടത്തിലുള്ളത്. ബിജെപിക്ക് 3 സിറ്റിംഗ് സീറ്റ് ഉണ്ടായിരുന്നു. അത് അതേ സീറ്റുകൾ അല്ലെങ്കിൽ പോലും 3 ബിജെപി ജയിച്ചു. അങ്ങനെ ഒരു ബിജെപിക്ക് ലാഭവും നഷ്ടവും ഇല്ലാത്ത അവസ്ഥ നിലവിലുള്ളത്. യുഡിഎഫിന് നേരിയ മേൽക്കൈയെങ്കിലും ഉണ്ട്. ഈ 3 പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുന്നതിന് അപ്പുറത്തേക്ക് സീറ്റുകളുടെ ആകെ എണ്ണത്തിലും എൽഡിഎഫിന് ചെറിയൊരു മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നില്ല. അതായത് ഈ 3 പഞ്ചായത്തുകളിൽ ഭരണം നഷ്ടമാകുന്നതിനൊപ്പം സീറ്റെണ്ണത്തിലും കുറവ് വരും. അത് 14-15 സിറ്റിംഗ് സീറ്റ് എന്നുള്ളതിൽ താഴേക്ക് പോകും. ഇപ്പോഴത്തെ ഒരു സൂചന അതാണല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സൂചന അതാണ്. നമുക്ക് ഈ സൂചന നടപടി മനസ്സിലാക്കാൻ നിലവിൽ 15 സീറ്റുള്ള എൽഡിഎഫിന് ഇപ്പോൾ വിജയിച്ചതും ലീഡ് ചെയ്യുന്നതുമായി കൂട്ടുമ്പോൾ ഔദ്യോഗിക കണക്ക് പ്രകാരമാണ്. അതൊരു പക്ഷേ ഫീൽഡിൽ ഇതിനുള്ള മാറ്റങ്ങൾ കണക്കുകൾ കൃത്യമായി വരുന്നുണ്ടാകാം. 9, 2, 11 അങ്ങനെയാണ് എൽഡിഎഫിന്റെ ഇപ്പോഴത്തെ സീറ്റ് നില. യുഡിഎഫ് 7 വിജയിച്ചു, 7 ലീഡ് ചെയ്യുന്നു. അങ്ങനെ 14 സീറ്റിൽ അവർക്ക് മേൽക്കൈയുണ്ട്. അത് കഴിഞ്ഞ തവണത്തെ 13 നിന്ന് 14 ഉയരും എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. പക്ഷെ അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം. ഓരോ പഞ്ചായത്തിലെയും അവസാന കണക്കുകൾ വരുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും ഒരു സീറ്റ് അതേഴ്സാണ്. അതേഴ്സ് ഏതോ മുന്നണിയുടെ സ്വതന്ത്രരാണ്. അതാരെന്ന കാര്യവും ഈ അന്തിമ കണക്കെടുപ്പിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും നിലവിൽ നേരിയ മുൻതൂക്കം അത് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തതും നാട്ടിക ഉൾപ്പെടെയുള്ള ഭരണം പിടിച്ചെടുത്തതും അതിനപ്പുറത്തേക്ക് സീറ്റുകളുടെ എണ്ണത്തിലും യുഡിഎഫിന് തന്നെയാണ് നേരിയ മുൻതൂക്കം. തീർച്ചയായും അനുമോദം കൂടിയുണ്ട്. അനുമോദം, മലപ്പുറത്ത് 1 സീറ്റിൽ യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും വിജയിക്കുന്നുണ്ട്. 2 പേർക്കും ആശ്വാസകരമായ ഒരു ഫലമാണല്ലേ? രഞ്ജിത്ത്, മലപ്പുറത്ത് ഇതുവരെ പുറത്തു വന്നതിൽ എൽഡിഎഫും യുഡിഎഫും അട്ടിമറി വിജയം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതും മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാർഡിലാണ് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി അട്ടിമറി വിജയം നേടിയത്. ഫൈസൽ മോൻ 43 വോട്ടുകൾക്കാണ് CPL നിന്നും CPM-ൽ നിന്നും വാർഡ് പിടിച്ചെടുത്തത്. ആലങ്കോടാകട്ടെ യുഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റാണ് എൽഡിഎഫ് നേടിയത്. അബ്ദുറഹ്മാൻ അവിടെ 410 വോട്ട് എന്ന വലിയ ഭൂരിപക്ഷത്തിലാണ് മുന്നേറിയത്. ഏറ്റവും പ്രധാനപ്പെട്ട മലപ്പുറത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഫലം വരാനുള്ളത് ജില്ലാ പഞ്ചായത്ത് തൃക്കാങ്കോട് ഡിവിഷന്റെയാണ്. അതിൽ ഇപ്പോൾ 3 റൗണ്ട് പൂർത്തിയായപ്പോൾ യുഡിഎഫ് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വിവരം. 836 വോട്ടിനാണ് യുഡിഎഫ് ലീഡ് ചെയ്യുന്നത്. നേരത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരുന്ന AP ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അവിടെ യുഡിഎഫിന് ആശ്വാസമാകുന്ന തരത്തിലേക്കാണ് ഏറ്റവും അവസാനം വരുന്ന വിവരങ്ങൾ. 836 വോട്ടിന് 3 റൗണ്ട് പൂർത്തിയാകുമ്പോൾ യുഡിഎഫ് തൃക്കലങ്ങോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി എണ്ണാനുള്ളത് തൃക്കലങ്ങോട് പഞ്ചായത്തിലെ തന്നെ മരത്താണിയാണ്. അത് എണ്ണി തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയാനാകുന്നത്. നിലവിൽ മലപ്പുറത്തിന്റെ 4 ഫലം വരുമ്പോൾ 2 ഫലം വരുമ്പോൾ എൽഡിഎഫും യുഡിഎഫും അട്ടിമറി വിജയം നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയത്തിനകം തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ ഫലം കൂടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും എൽഡിഎഫിന് പൊതുവെ തിരിച്ചടിയാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുഡിഎഫിന് നേട്ടമുണ്ട്. 3 പഞ്ചായത്തുകളുടെ ഭരണം യുഡിഎഫിലേക്ക് പോകുന്നു എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്. നമുക്ക്